നമ്മളെ ക്യാബേജ് തോട്ടത്തിലായിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഷൂ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലുള്ള നടക്കാൻ കുറച്ച് പണിയാ, ചെരുപ്പിട്ടാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ചീര വിളവെടുക്കാണ്ട്. അപ്പൊ ആദ്യത്തെ പണി ഇവിടെ കണ്ട ചോപ്പ് ചീര, നമുക്ക് ഈ ചീര അങ്ങോട്ട് പറിച്ചെടുക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ പടുമുളയായിട്ടാണ് നമ്മൾ നിർത്തിയ ചീരയിൽ നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും വീണ്ടും ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് ക്യാബേജിൽ നമ്മൾ എന്തെല്ലാം പണികളാണ് ചെയ്യുന്നത്, നമ്മൾ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യം ചെയ്യണം, അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, കുറച്ച് വെയിലായിട്ടുണ്ട്. ഇന്ന് തണുപ്പ് കുറവാണ്, രാവിലെ തന്നെ നല്ല വെയിലാണ്. അപ്പൊ അധികം വെയിലായി കഴിഞ്ഞാൽ നമ്മൾ ചീര മുറിച്ചെടുത്താലൊക്കെ വേഗം വാടിപ്പോവും. അപ്പൊ അത് വേഗം പറിച്ചിട്ട് നമുക്ക് തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇതാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടല്ലേ, അടിപൊളി. ഇപ്പൊ ചോപ്പ് ചീര നമ്മൾ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരൊറ്റ ചെടിയിൽ നിന്ന് നമുക്കിതാ ഇത്രയും ചീര ഇട്ടിട്ടുണ്ട്. പണി ഇവിടെയൊക്കെ ഉണ്ട്. ഇതിലെങ്ങനെ നടന്നു പോകാനാണ് പണി. ഓരോ ഇലയും തട്ടാതെ, ചിലതൊക്കെ പൊട്ടിപ്പോവും, കുറച്ച് റിസ്ക് ആണ്. എന്നാലും ഷൂവിനെക്കാട്ടി കുറച്ചുകൂടെ എളുപ്പം കുഞ്ഞോട് ഞാൻ ഷൂ ഇട്ടിട്ട് ഊരാൻ പറഞ്ഞതാണ്. കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ചെരുപ്പാട്ടോ. ഇതാ ഇല്ലേ, സൂപ്പർ ചോപ്പ് ചീര. അപ്പുറം സൈഡിൽ കുറച്ച് പച്ചച്ചീര കാണുന്നുണ്ട്. പക്ഷെ ചീരയൊക്കെ ചെറുതായിട്ട് പൂവ് വന്നിട്ടുണ്ട്. ഈ പൂവ് വരാൻ നമ്മൾ കട്ട് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പുറം സൈഡിലൊക്കെ ചീര പറിച്ചെടുത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ ചീര ചെറുതായിട്ടൊന്ന് പൂവ് വന്നിട്ടുണ്ട്. പൂന്ന് ഉള്ളിയിട്ട് ഇങ്ങോട്ട് വേഗം മുറിച്ചെടുത്താൽ മതി. ഇപ്പൊ പ്രശ്നം, ഒരു പിടി ചീര പറിച്ചിട്ട് ചാക്കിലേക്ക് എത്തണമെങ്കിൽ ഇതിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം കുറച്ച് പറിച്ചിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളിതൊന്ന് പിടിക്കുമോ, അല്ലെങ്കിൽ പണിയാണ്. ഈ ഒരു സമയത്തുണ്ടല്ലോ, ക്യാബേജിന്റെ ഇടയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരില പൊട്ടിയാൽ മതി കയ്യിന് ക്ഷീണം കൊടുക്കാൻ. അവിടെ ചാക്കിൽ വെച്ചോ, ചാക്കിൽ നീർത്താൻ പോലും സ്ഥലമില്ലിട്ട് അങ്ങനെ വെച്ചതാ. പിന്നെ ഇന്ന് കുറച്ച് എണീക്കാൻ വൈകിട്ടോ, രാവിലത്തെ കറവ തന്നെ കൊളായി, അങ്ങനെ തന്നെ പറയാം. എന്നുവെച്ചാൽ ഇന്നലെ നമ്മൾ പൂപ്പൊലിക്ക് പോയി. നമ്മളെ വയനാട്ടിൽ ഇപ്പോൾ നമ്മളെ വയനാട്ടിന്റെ ഉത്സവം തന്നെയാണ് പൂപ്പൊലി. ഞങ്ങളെ കർഷകരെ സംബന്ധിച്ച് ഞങ്ങളെ ഏറ്റവും വലിയ ഉത്സവം തന്നെ പറയാം. കൃഷിക്കാരുടെ ഒരു പരിപാടിയാണ് ശരിക്കും പൂപ്പൊലി, നമ്മുടെ അമ്പലവേലി. അപ്പം അങ്ങോട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ പറയണ്ട. അപ്പൊ ഇന്നലെ നമ്മൾ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ച് ചെന്നപ്പോഴേ നമ്മൾ കുറെ ആളുകൾക്ക് നമ്മൾ അറിയാം, വയനാട്ടിലെ കുറെ ആളുകൾക്ക് ആദ്യം അറിയാം. എന്നാലും അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പിയിലായിരുന്നു നമ്മൾ. പക്ഷെ വീഡിയോ ഒക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പൂപ്പൊലിക്ക് കണ്ട വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഒന്നും നടന്നില്ല. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമൊന്നുമല്ല, അധികവും പുറത്തുള്ള ജില്ലയിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ ആ പരിപാടി കാണാൻ വന്നിട്ടുണ്ട്. പൂപ്പൊലി എന്ന് പറഞ്ഞാൽ അത്രയും കാണേണ്ട ഒരു അന്താരാഷ്ട്ര പുഷ്പമേള എന്ന് തന്നെ പറയാം അല്ലേ. അത്രയും വലിയൊരു സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. ഇന്നലെ അവിടെ പോയി ഞങ്ങൾ എത്തിയപ്പം രാത്രി ആയില്ലേ, ഒരുപാട് സമയം എന്ന് വെച്ചാൽ അത്രയും തിരക്ക് കൊണ്ട് നമുക്ക് ഒരു സാധനം വ്യക്തമായിട്ട് നിന്ന് കാണാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാല്. അപ്പൊ ഞങ്ങൾ ഇന്നലെ തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന് വെച്ചിട്ട് വല്ല പോയി നോക്കിയതാ. ഇന്നലെ വെള്ളിയാഴ്ച അല്ലേ, ഒരു ശനി ഞായറും പിന്നെ അങ്ങോട്ട് പോകാനും ഭയങ്കര റിസ്ക് ആയിരിക്കും. അങ്ങനെ പണികളൊക്കെ തീർത്ത് വൈകുന്നേരം ഉമ്മയും ഞാൻ കുഞ്ഞോളും എല്ലാവരും ഉണ്ടായിരുന്നു, അനിയനും. ബിയമോളൊന്നും പിന്നെ അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് പിടിച്ചിട്ട് നിൽക്കുന്നില്ല, അവളൊക്കെ ഓടുകയായിരുന്നു. ഭയങ്കര രസമായിരുന്നു സംഭവം. പക്ഷെ എന്താ ചെയ്യാ, തിരക്കൊണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാം കാണാനുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അല്ലേ. പച്ചക്കറികളും പൂക്കളും പൂച്ചെടിയും മെയിനായിട്ട് കാണേണ്ടത് പൂക്കളാണ്. കത്തി ഞാൻ കത്തി കൂട്ടി പിടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുറച്ച് വൈകിയും പോയി. നമുക്ക് ചീരകളൊക്കെ ഏകദേശം ചീരകൾ ഈ ഒരു കാണുന്നതും കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ കുറച്ച് പച്ചച്ചീര അപ്പുറം ഭാഗത്തുള്ളൂ. അപ്പം അതും കൂടെ വേഗം നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ചെടുക്കാം. തണുപ്പല്ലായിടത്തല്ലേ കുഞ്ഞോളെ വെക്കുന്നത്, വെയിലുള്ളതുകൊണ്ടേ. ചെറിയ വെയിൽ കുഴപ്പമില്ല, എന്നാലും വെയിലും കൂടി ചൂടായി വരുന്നേ ഉള്ളൂ. എന്നാലും നേരത്തെ വെയിൽ വന്നു. കൃഷി ഓഫീസർ പറഞ്ഞതായിരുന്നു പൂപ്പൊലിക്ക് പോകുമ്പോൾ അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളെന്തായാലും ഒന്ന് കാണിക്കാം. പക്ഷെ നമുക്ക് ആ ഒരു കാര്യം നിന്ന് പറഞ്ഞു തരാനോ അവിടെ ഒന്ന് കാണിക്കാനോ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് നമ്മളെ തള്ളി കൊണ്ടുപോകാൻ ആളുകൾ. നമ്മളിവിടുന്ന് ഞാൻ രഞ്ജിനി മേഡത്തിനൊക്കെ കണ്ടു. ഞങ്ങളിവിടെ ആദ്യം ഉണ്ടായിരുന്ന കൃഷി അസിസ്റ്റന്റിനെയൊക്കെ അവിടെ നമ്മൾ പിന്നെയും കണ്ടിട്ടോ. അവരൊക്കെ വേറെ പഞ്ചായത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു. സംഭവം എന്താ പറയാ, രസമാണ്. പക്ഷെ എന്താ പറയാ, നിങ്ങളെ കാണിക്കാനുള്ളൊരു വിഷമം. അതായത് നമ്മൾക്ക് ഇതൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയത്, അത് ശരിക്കും നടന്നില്ല. എന്നാലും കുഞ്ഞുങ്ങൾ പറ്റുന്ന വാക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം പൂപ്പൊലി ഉണ്ട്. അത് എടുത്ത് പറയുന്നത് എന്താ വെച്ചാല്, കുറെ ആളുകളൊന്നും പൂപ്പൊലി തുടങ്ങിയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ ഊട്ടിയിലൊക്കെ കാണുന്ന ഫ്ലവർ ഷോ ഉണ്ടല്ലോ,
അതിനെ വെല്ലുന്ന തന്നെ പറയില്ല, അത്ര ആ റേഞ്ചിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതെന്ന് പറഞ്ഞാല് ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നല്ല, നമ്മൾ അമ്പലവയൽ ഫാമിലുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുക, ജനങ്ങളിലേക്ക് പൂപ്പൊലി എന്ന് പറഞ്ഞിട്ട് എത്തിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് കുറച്ചും കൂടെ അവര് അവിടെ മാറ്റങ്ങളൊക്കെ വരുത്തും. അത്യാവശ്യം ഏരിയ എന്ന് പറഞ്ഞാല് നമ്മളെ അവിടെ പറയേണ്ട ഒരു കാര്യം, നമ്മളെ കേരളത്തിൽ ആദ്യത്തെ അവക്കാഡോമാരൊക്കെ കാണണമെങ്കിൽ ഞങ്ങൾ അവിടെ പോകണം. ഫസ്റ്റ് അവക്കാഡോ, അത് ബ്രിട്ടീഷുകാരുടെ കാലത്തിട്ട് അവര് നട്ടൊരു പ്ലാന്റ്, ആ പ്ലാന്റ് ഒക്കെ എന്താ ചെയ്യുക, ഇപ്പോഴും സംരക്ഷിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ എത്രത്തോളം പഴക്കമുണ്ട് അവിടെ ചെയ്ത കാര്യങ്ങൾക്ക് എന്നൊക്കെ. പിന്നെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ലിച്ചിയുടെ മരം അത്ര വലുപ്പത്തിൽ, ലിച്ചി, റംബുട്ടാൻ, മാംഗോസ്റ്റിന്. ലിച്ചിന്റെ മരം എന്ന് പറഞ്ഞാൽ ലിച്ചിന്റെ മരം തന്നെ ഇത്രയും വലിയ മരം. അപ്പം അതൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയാൽ നല്ലതാണ്. സമയം നോക്കിയിട്ട് ഇപ്പം നമുക്ക് എന്താ ചെയ്യുക, 15-ാം തീയതി വരെ നമ്മുടെ പൂപ്പൊലി ഉണ്ട്. പൂപ്പൊലിയുടെ പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ നമ്മുടെ നാട്ടിലൊരു ഇത് ചെയ്യുന്നുണ്ട്, അല്ല സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കണമല്ലോ. കുറേ ആളുകളൊക്കെ പൂപ്പൊലിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ബ്ലോഗേഴ്സൊക്കെ വന്നിട്ട് എടുക്കുന്നുണ്ട് എന്നൊക്കെ. അവിടുന്ന് സന്തോഷമായ കാര്യം എന്താ, നമ്മൾ കൗണ്ടറിൽ ചെന്ന ഉടനെ തന്നെ നമ്മൾ ഇന്നലത്തെ ചൈനീസ് കാബേജിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ എന്ന് അറിഞ്ഞിട്ടാണ് അവർ നമ്മളെ ഇതാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്താ നമുക്ക് സന്തോഷമായി, നമ്മളെ വീഡിയോസ് അത്രയും ആളുകളൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരാൾ നമ്മളങ്ങനെ പരിചയപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പം ചീരവിളവെടുപ്പ് പെട്ടെന്ന് തീരേണ്ട ചീരവിളവെടുപ്പ് ഇത്രയും സമയമായത്. ഇന്നലെ പൂപ്പൊലിക്ക് പോയപ്പോഴേ ടോപ്പ് കോമഡി ഉണ്ടായത്, എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടല്ലേ പോയത്. കുഞ്ഞാത്ത അവളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുമ്പോൾ കണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടുന്നത് ലാസ്റ്റ്, ഞാനും കുഞ്ഞോളും പിന്നെ ഐബൂനൊന്ന് മോനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓനൊന്ന് റെഡിയാക്കാൻ നിന്നപ്പോഴത്തേക്കും ഇവരൊക്കെ വേറെ വൈക്ക് പോയി. ലാസ്റ്റ് എൻഡിൽ ഇതിനൊക്കെ എക്സിറ്റിലുണ്ട് എല്ലാവരും ഒരുമിച്ച് കണ്ടുപിട്ടി. അല്ല നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കാണാൻ വെച്ച ഒരു കാര്യങ്ങൾ നടന്നില്ല. അത്രയും അതാണ് ഭയങ്കര കോമഡി ആയി പോയത്. വിളിക്കും, നമുക്ക് ഫോൺ പോലും ശരിക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നത് കേൾക്കുന്നത്, അവിടുത്തെ സൗണ്ടും എല്ലാ കാര്യങ്ങളും, പിന്നെ ഓരോ റൈഡും കാര്യങ്ങളും എല്ലാം സംഭവം ഉണ്ട്. പക്ഷെ ഒരുമിച്ച് ആർക്കും ഒന്നിച്ച് കയറാനും അതിനെ പറ്റില്ല. നമ്മൾ ഒരാളെന്തെങ്കിലും നോക്കി നിൽക്കുമ്പോഴത്തേക്കും തിരക്കൊണ്ട് പിന്നെ അങ്ങോട്ട് എത്തിപ്പോയി. അങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ടുമുട്ടി, കയറുമ്പോഴും കണ്ടുമുട്ടി. ഇത്രയും നമ്മൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പോയതാ. നല്ല രസമായി എന്തായാലും. നല്ല നമുക്ക് ഇതാ പറിച്ചതൊക്കെ തണലത്ത് കൊണ്ടുവെക്കാം കേട്ടോ. നല്ല വെയിലായി. ഇത് തണുപ്പത്ത് വെച്ചിട്ട് കാബേജൊക്കെ നിങ്ങൾ കാണിച്ചു തരണ്ടേ. ഇപ്പൊ ഞാൻ കാബേജും കൂടെ കാണിക്കാൻ നിന്നാലേ ഞങ്ങൾ ചീര വാടി പോവാ, അതുകൊണ്ടാ. ചീരയൊക്കെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പച്ചയുണ്ട് കേട്ടോ, പച്ചയൊക്കെ നല്ല കരുത്തുള്ള പച്ച ഉണ്ട്, പച്ച കുറവാണ്. ഇന്ന് നമ്മൾ മുറിച്ചധികം ചോപ്പാ. അപ്പൊ ഇതിന് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഇന്നത്തെ കൊടുക്കാനുള്ള ചീര ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, നാളെയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് തീർക്കാം. ഇനി നമുക്ക് കാബേജ് തോട്ടത്തിലേക്ക് പോയിട്ട് അതിന്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതുവരെ നിന്നതും കാബേജ് തോട്ടത്തിൽ തന്നെ, പക്ഷെ നമ്മൾ ചീര പറിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പൊ ഇതാ നമുക്ക് 1.5 മാസമായില്ല ഇപ്പൊ നമ്മൾ കാബേജ് നട്ടിട്ട്. 1.5 മാസം, 2 മാസം കൊണ്ട് നമ്മൾ വിളവെടുക്കുന്നത് 1.5 മാസമായി. കുറച്ച് വൈകിപ്പോയി നമ്മൾ ചെറിയ രീതിയിൽ പണിയെടുക്കാനൊക്കെ. ഇതെല്ലാം നോക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ, ടൈറ്റ് ആയിട്ടൊന്നുമില്ല. മഞ്ഞ് നോക്ക്, നല്ല മഞ്ഞ് വെള്ളം ഉണ്ട് കേട്ടോ. അത് നനച്ചതല്ല, ഇന്ന് നനയ്ക്കണം. നമ്മൾ 2 ദിവസമായി നനച്ചിട്ട്. ഓവർ നനയ സമയത്ത് ചെയ്യുന്നില്ല, ചീച്ചിൽ രോഗം കൂടില്ല. നമ്മൾ ചൈനീസ് കാബേജിനൊക്കെ പറ്റിയതാണ്, നല്ല നനവ് പറ്റൂല. പിന്നെ ചീരയും കൂടെ കട്ട് ചെയ്ത് നിന്ന് നനയ്ക്കാൻ തിരിച്ചു. അപ്പം മാക്സിമം നമ്മൾ ചെടികൾക്ക് ഇങ്ങനെ കിട്ടും. അവിടെയൊക്കെ കാണുന്നത് പച്ചച്ചീര നിർത്തിയതൊക്കെയാണ്. ഇനി ചെറിയ കളകളുണ്ട്. ഇനി നമുക്ക് കള പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കള പറിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാലേ ഇല നല്ല പൊട്ടും. കുഞ്ഞോളെ നടക്കുമ്പോൾ പൊട്ടുന്നുണ്ട്. അതാണ് ഷൂ ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഷൂ ഊരി കുഞ്ഞോളിട്ടുകൊണ്ട് നടക്കും. നോക്കണം. ഇതാ ഇവിടെയൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൽ കൂടുതൽ കുറവാണ്. ഇപ്പം സൈഡ് അത് കാണിച്ചു കൊടുക്കുക. എല്ലാത്തിലും ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇതാ അങ്ങോട്ട് കാണിച്ചു. അങ്ങോട്ട് ഇപ്പം ഞാൻ നടന്നു പോകുന്നില്ല. ആ കാണുന്ന ഇല വ്യത്യാസം കണ്ടില്ല, അത് കോളിഫ്ലവർ ആട്ടോ. അവിടെ നമ്മുടെ പകുതിയിൽ അങ്ങോട്ട് കൂടുതൽ, അതിൻ്റെ ഇടയ്ക്ക് കുറേ പച്ചച്ചീരൻ്റെ ഒരു കൂട്ടൊക്കെ കാണുന്നുണ്ട്. അത് ഫുള്ള് കോളിഫ്ലവർ ആണ്. അതും ആയി വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് ജനുവരി ലാസ്റ്റോട് കൂടെ വിളവെടുക്കാം കാബേജ്. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ നല്ല അത്യാവശ്യം നല്ല സെറ്റായതൊന്നും കണ്ടീനല്ലോ കൂടി വന്നത്. അയ്യോ എന്തൊരു പണിയാ. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ, ഇങ്ങനെ അടുപ്പിച്ച് നടണം. എന്നിട്ട് തന്നെ കളകൾ കണ്ടില്ല, അതുണ്ടോ കൂടിയൊന്ന് കാണുന്നുണ്ടോ, ഇങ്ങനെ റെഡിയായി കിട്ടും. പിന്നെ നമ്മൾ നട്ടത് അകലൊക്കെ കറക്റ്റ് ആട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇതിനുള്ളിൽ നടക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓവർ ഇനി ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടില്ല ഇടയ്ക്കൊക്കെ കള കയറുന്നുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കാബേജിന് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഇതാ നല്ല സ്ലെറി കണ്ടില്ലേ, നല്ല തെളിഞ്ഞ സ്ലെറിയാണ്. അതിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചാലിലൂടെ അങ്ങനെ വിട്ടു കൊടുക്കും കേട്ടോ.
ഇത് ചെറിയൊരു നനവും കൂടെയാണ്, നനവും കിട്ടും, നല്ല എന്താ നല്ല നൈട്രജൻ കിട്ടുന്നതുകൊണ്ട് ഇലകൾ നല്ല കരുത്തിൽ വന്നിട്ട് ക്യാബേജ് നല്ല റിസൾട്ടാണ് സ്ലറി ഈ സമയത്ത്. നല്ല കരുത്തിൽ വന്നേ നല്ല ഇലകളും വരും, കൂടിയും കിട്ടും, വിരിഞ്ഞ് വരും ഇലകൾക്കൊക്കെ. ഇതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാം. നമ്മൾ ചെടികൾക്കൊക്കെ യൂറിയ കൊടുത്ത പോലെ തന്നെ കറക്റ്റ് കൊണ്ട് കയറി വരും. പക്ഷേ കോളിഫ്ലവറിന് നമ്മൾ ഈ സമയത്ത് സ്ലറി അടിച്ചു കഴിഞ്ഞാൽ ഇലയിലോട്ട് കരുത്ത് പോയിട്ട് നമ്മുടെ ഫ്ലവർ കുറയും. അപ്പം അതിന് സ്ലറി അടിക്കുന്നില്ല, മാക്സിമം സ്ലറി ആണ് ക്യാബേജിന് അടിച്ചു കൊടുക്കുക. ഇവിടെ കണ്ടോ, ഇതൊക്കെ സ്ലറി ലാസ്റ്റിൽ വരുമ്പോൾ കുറച്ച് കുറുന്നനെ വരും. അതിങ്ങനെ ചാണകപ്പൊടി പോലെ അങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ വെയിൽ കൊണ്ട് അങ്ങനെ പൊടിഞ്ഞ് കിട്ടും, നനവിൽ അങ്ങനെ ചെടികൾ വലിച്ചു എടുത്തോളും. ഓവർ കുറുന്നനെ വിടില്ല, കുറുന്നനാകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. ഫസ്റ്റത്തെ നമുക്ക് ഒരു 10-15-20 മിനിറ്റോളം നല്ല സ്ലറിയാണ് വരിക, നല്ല വെള്ള രൂപത്തിലുള്ള. പിന്നെ താഴേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ ടാങ്കിൽ നിന്ന് കുറുന്നനെ വരിക. അപ്പം അതങ്ങനെ പിടിച്ചു കൊടുക്കുക, നനവ്. ഇത് രണ്ടാണ് ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം അത് പിന്നെ ചിലവർക്കൊരു സംശയമാണ്, ഇതിങ്ങനെ കൂട്ടിയിട്ട് നാരോ കയറോ ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കണമെന്ന് ഒരു ആവശ്യമില്ല. നല്ല ക്ലൈമറ്റും പിന്നെ എന്താ പറയുക, നമ്മൾ അടുപ്പിച്ച് നട്ടു കൊടുക്കുക. ഇതുപോലെ നട്ടും കൂടെ കൊടുത്താൽ തന്നാൽ തന്നെ നമ്മളെ ക്യാബേജ് കൂടി കിട്ടും. ഞങ്ങളങ്ങനെ കുഞ്ഞോളം ഇല പൊട്ടിച്ചില്ലേ, ഇല പൊട്ടി നോക്കണം. ഇതാണ് ഇത്ര പൊട്ടി ഗ്യാപ്പ് ഉണ്ടായിട്ട് വരെ നമുക്ക് ശ്രദ്ധിച്ചില്ലേ വേഗം ഇല പൊട്ടുക, നോക്കണ്ട നിൽക്കട്ടെ. അപ്പം പറഞ്ഞു തന്നത് ഇതാണ്. അപ്പം നമ്മൾ കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, തന്നാൽ തന്നെ അത് ക്യാബേജ് ആകുമ്പോൾ ഞാൻ കാണിച്ചത് നല്ല ടൈറ്റ് തന്നെ വരും. പിന്നെ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇപ്രാവശ്യം പറയല്ലോ നല്ല കാലാവസ്ഥ കിട്ടി, വലിയ രോഗങ്ങളൊന്നുമില്ല. തുടക്കത്തിൽ ചെറിയൊരു പുഴുക്കേട് വന്ന് അന്ന് നമ്മളൊരു വേപ്പിംഗ് കഷായം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, പിന്നെ നമ്മളൊരു മരുന്നോ കാര്യം ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല. കുറച്ചൊക്കെ എന്തായാലും പുഴുണ്ടാവും, എന്നാലും നല്ല കാലാവസ്ഥ കിട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം രോഗങ്ങൾ വളരെ കുറവാണ്. എന്താ പറയുക, 2-3 വർഷത്തിന് ശേഷമാണ് ഇത്ര നന്നായിട്ട് നമുക്ക് ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റിയത്. അത് തണുപ്പ് തന്നെയാണ് കാരണം. സ്ലറി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, എല്ലാ ഗ്യാപ്പിലൂടെ സ്ലറി ആണോ, സ്ലറി ഒലിച്ചു പോകുന്ന നോക്ക്. നമ്മൾ ഒരു ഏരിയയിൽ വിട്ടാൽ നിരന്ന സ്ഥലമായതുകൊണ്ട് കാണുന്നില്ല. ഇങ്ങോട്ട് നടക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ഇതുപോലെ തുടക്കത്തിൽ സ്ലറി പൈപ്പ് വെച്ച് കൊടുക്കും. നോക്ക്, ഇതിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് വിടുന്നത്, പക്ഷെ സ്ലറി എത്തിയത് നോക്ക്. അപ്പുറത്തെ ഏരിയയിലും ഇപ്പുറത്തെ ഏരിയയിലൊക്കെ സ്ലറി ഇവിടെ എത്തി, 3ാമത്തെ ഏരിയയിലെത്തി. ഇങ്ങനെ സ്ലറിയാണ് പോയി കിട്ടിയോളൂ. നമ്മള് ബ്രൊക്കോളിക്കും കോളിഫ്ലവറിനും സ്ലറി ഒഴിക്കില്ല കേട്ടോ. എടുത്ത് പറയുന്നത് ചെടിക്ക് കരുത്ത്. ബ്രൊക്കോളിക്ക് നമുക്ക് കുറച്ച് സ്ലറി കൂടി പോയിട്ടുണ്ട്, നല്ല കരുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വളം ഒന്നും ഇട്ട് കൊടുക്കില്ല, ഇടയ്ക്ക് നനച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നുവെച്ചാൽ ഫ്ലവർ കുറഞ്ഞു പോകും, ഇതൊക്കെ ഫ്ലവറായിട്ട് വരണ്ടല്ലേ. പക്ഷെ ക്യാബേജിനും ചൈനീസ് ക്യാബേജിനും ചൈനീസ് ക്യാബേജ് സ്ലറിയും തണുപ്പും കൂടെ വന്നുകൊണ്ട് മുളക് ചവിട്ടൽ ഇവിടെയൊക്കെ മുളകുണ്ട്, നോക്കി താഴേക്കൊക്കെ കറക്റ്റ് 1 മാസം കൊണ്ട് ചൈനീസ് ക്യാബേജ് ആയി കിട്ടിയതിൻ്റെ കാരണം എന്താ, സ്ലറി ഉണ്ട്, അതിനനുസരിച്ച് നല്ല തണുപ്പും വന്നുകൊണ്ടല്ലേ. ഇവിടെ നമ്മൾ പച്ചമുളക് ഉണ്ട്, പച്ചമുളകിനൊക്കെ ഇല ചുള്ളിച്ച വന്നിട്ട് പുകയില കഷായം നമ്മൾ ഇതിന് അടിച്ചു കൊടുത്ത്. അപ്പോൾ കുറച്ച് കുറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് അടുത്ത വീഡിയോയിൽ എന്തായാലും പച്ചമുളക് കാണിക്കും നമ്മൾ. ഇങ്ങോട്ട് മൊത്തം പച്ചമുളകാണ്. നല്ല സ്ലറി ആയിട്ട് വരുന്നത്. ഈ വേണമെങ്കിൽ നമുക്കൊന്ന് ഇപ്പുറം സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 2-3 ഏരിയയിൽ കിട്ടും. ഇപ്പോഴും നല്ല തെളിവാനായിട്ട് സ്ലറി ഈ കണ്ട നനച്ചു കൊടുക്കുന്ന ഗുണം തന്നെ കിട്ടും. ഇന്നത്തെ സ്ലറിയടി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതുപോലെ നനച്ചു കൊടുക്കുക. ചില സ്പ്രിംഗ്ലർ ഇത് കാണിച്ചു അടിയാതെ വരും മോട്ടർ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ റെഡിയായി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മോട്ടർ ഇടുമ്പോൾ ഒന്നിലോട്ട് നോക്കണം. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെ നനച്ചു കൊടുക്കുക. ഒരു തണുപ്പുള്ള സമയത്ത് നനച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ കൂടുതൽ വെള്ളം നിന്നാൽ ചീച്ചിൽ രോഗം വരും. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നത്, അടുപ്പിച്ച് നനക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കണ്ടോന്ന് ഇങ്ങനത്തെ ഒരു നനവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വളർച്ച ഇനി സ്പീഡായിരിക്കും. വളർച്ച പറഞ്ഞാൽ വളർച്ച ആയിട്ടുണ്ട്, ഈ കൂടി കിട്ടുന്നത് നല്ല സ്പീഡായിരിക്കും. പിന്നെ ഇത് നമ്മളെ കുളത്തിലെ വെള്ളം കേട്ടോ. അപ്പോൾ മുകളിലൂടെ നമ്മൾ വളം കൊടുക്കുന്നുണ്ട്, നല്ല അമോണിയ കലർന്ന വെള്ളം. ചെറിയ മീൻ 2 ദിവസം മുന്നേ അനിയൻ വന്ന് നനച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്തു, ചീര വീട്ടിലെ ആവശ്യത്തിന് എന്താ ചുക്കുട്ടിയില്ലേ, അതിലിടയ്ക്ക് നമ്മുടെ മണിത്തക്കാളി ഉണ്ട്, ചുക്കുട്ടിയും കൂടെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇല നുള്ളാൻ വേണ്ടി വന്നതാണ് മോൾക്ക് കൊടുക്കാൻ. അപ്പം അനിയൻ പറഞ്ഞ് നല്ല പുഴയത്തെ മീനിനൊക്കെ നല്ല സ്മെല്ലാണ്, അല്ല പുഴയത്തെ വെള്ളം നല്ല മീനിന്റെ സ്മെല്ലുണ്ടല്ലോ എന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പുഴയത്തെ വെള്ളം അല്ലടാ പമ്പ് ചെയ്യുന്നു. അപ്പൊ കുറച്ച് ദിവസം ഇവിടെ ഗൾഫ് പോയതല്ലേനോ, ഇത് കുളത്തിലെ വെള്ളമാണ്, ചെറിയ മീനിന്റെ സ്മെല്ലുണ്ടായിരുന്നത് നമ്മുടെ കുളത്തിലെ വെള്ളം ആയതുകൊണ്ടാണ്. പോകുന്ന വെച്ച് പുഴയിൽ അത്രയും വലിയ മീൻ ഉണ്ടായിട്ടാണ് ഇത്ര നല്ല സ്മെല്ലൊക്കെ വെള്ളത്തിൽ വരുന്നത്. നല്ല അമോണിയം കൂടെ കലർന്ന വെള്ളമാണ്. അപ്പം അതിങ്ങനെ കറക്റ്റ് കിട്ടുന്നതുകൊണ്ട് മുകളിലൂടെ നമ്മൾ ഇങ്ങനെ വളം കൊടുത്തുകൊണ്ടിരിക്കുക. ഫുള്ള്
നല്ല ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കിട്ടുന്നു. അടിയിലൂടെ സ്ലറിയും മുകളിലൂടെ കുളത്തിലെ നല്ല അമോണിയ കലർന്ന വെള്ളവും ഇതിങ്ങനെ കിട്ടുന്നതുകൊണ്ട് ക്യാബേജ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആവും തോന്നുന്നു അല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കുറച്ചായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് നമ്മുടെ ക്യാബേജിന്റെ വളർച്ച എങ്ങനെയായി, എന്തെല്ലാം കാര്യങ്ങളാണ് അധികം ആളുകൾ ചെയ്യുമ്പോഴൊക്കെ ഈ സമയത്ത് എന്തെല്ലാം വളങ്ങൾ ഇട്ട് കൊടുക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന വളം എങ്ങനെയാണ്, ഇതൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പൊ ഇതുപോലെ സൗകര്യം ഉള്ളവരൊക്കെ ഇതുപോലെ സ്ലറിയൊക്കെ കിട്ടെങ്കിൽ അതും കുളത്തിലൊക്കെ മീൻ വളർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളമൊക്കെ ഉപയോഗിച്ച് നനയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ക്യാബേജ് ഒക്കെ ആയി കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ വിളവെടുപ്പ് വീഡിയോ ചെയ്യുള്ളൂ. അതെന്തായാലും ഈ മാസം ലാസ്റ്റോ അടുത്ത മാസം ആദ്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്യാബേജ് കോളിഫ്ലവറിന്റെ ഇനി വിളവെടുപ്പായിട്ട് കാണിക്കാം.